ഹായ് ഹലോ കൂട്ടുകാരെ, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. എല്ലാവരും എന്നെ തിരക്കുന്നുണ്ടായിരിക്കും അല്ലേ? പിന്നെ എൻ്റെ ഞാൻ വീഡിയോ ഇടാഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ ഫോണ് കറിക്കകത്ത് വീടും ഗൈസ്. എല്ലാവരും എന്നെ ഇട്ട് കളിയാക്കുമായിരുന്നേ. എൻ്റെ ഫോൺ കറിക്കകത്ത് വീണു. പിന്നെ ഡിസ്പ്ലേ മാറി ഒക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ തോന്നിയില്ല. അപ്പോഴത്തേക്ക് അങ്ങ് മടിയായി അങ്ങ്. പിന്നെ നാളെ വെള്ളിയാഴ്ചയല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കുക്ക് ചെയ്യുന്നത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. പക്ഷേ എന്നിട്ടും മടിച്ചു. എൻ്റെ ബീഫ് കറി വെന്തു. അത് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്കങ്ങ് മടിയായിപ്പോയി ഇപ്പോൾ അങ്ങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ബീഫ് കറി റെഡിയായി, ഞാൻ കാണിച്ചു തരാം. പിന്നെ ചിക്കൻ കറി അടുപ്പിലിരിക്കുന്നു. പിന്നെ കപ്പ ഫ്രഷിൽ പോയി ഇപ്പം ഞാൻ കപ്പ വാങ്ങിക്കൊണ്ട് വന്നതാണ്. ആ കപ്പ ചെണ്ടമുറിയൻ കപ്പ, എന്താ പറയുക, പുഴുങ്ങത്തില്ലേ നമ്മൾ കഷ്ണിച്ച്, അങ്ങനെ പുഴുങ്ങാനിട്ടു. പിന്നെ ചിക്കൻ കറി അടുപ്പേൽ ചപ്പാത്തിക്ക് കുഴച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചതെന്ന് വീഡിയോ എടുക്കാമെന്ന്. ബീഫ് കറി ഇന്നാളത്തേൻ്റെ കൂട്ട്. ഇന്നാളീ എന്ത് കറിക്കകത്താണ് വീണേന്ന് അറിയാമോ? പിന്നെ തീയലിനകത്ത് ഇഡലിക്ക് അരി ഉഴുന്ന് അരച്ച് വെച്ചു. പിന്നെ അപ്പം നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കാം ഗൈസ്. പിന്നെ ഷെജി ചേച്ചി ചോദിച്ചിട്ടുണ്ട്, എന്നെ മറന്നോന്ന് ചോദിച്ചിട്ട് എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ചേച്ചിയെ മറന്നിട്ടില്ല. ചേച്ചിയെ നല്ല എന്നെ ഇത്രത്തോളം എത്തിച്ച ആരെയും ഞാൻ മറന്നിട്ടില്ല. പിന്നെ ചേച്ചിയുടെ വീഡിയോ എല്ലാം, ഞാൻ എപ്പോഴും ചേച്ചിയുടെ വീഡിയോ വരുന്നുണ്ട്, ഞാൻ എല്ലാ വീഡിയോയും കാണുന്നുണ്ട്, കമൻ്റ് ഇടുന്നുണ്ടല്ലോ. അതപ്പോൾ ചേച്ചി കാണുന്നില്ലേ? ഞാൻ ചേച്ചിയെ മറക്കത്തില്ല ചേച്ചി. പിന്നെ ചേച്ചിയെ നല്ല എല്ലാവരെയും എനിക്ക് കമൻറ്റ് ചെയ്ത്, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനെ കൊണ്ട് മടിയായിപ്പോയി. തന്നെയല്ല, ഫോണ് ഇതിനകത്ത് കറിക്കകത്ത് വീണപ്പോഴത്തേക്ക് ഞാൻ ആകെ വിഷമിച്ച്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാനത്. പിന്നെ ഫോൺ ശരിയാക്കിക്കൊണ്ട് വന്നിട്ട് പിന്നെ അങ്ങ് മടിച്ചാൽ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനത്. പിന്നെ എല്ലാവരും എന്നെ ഇട്ട് കളിയാക്കുന്നുണ്ട്. ഇപ്പോൾ സ്വസ്ഥതയുണ്ട്, കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും കളിയാക്കുന്നുണ്ട്. ആ കളിയാക്കി ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. നമ്മളറിയുന്ന ആളുകൾ തന്നെയാണ്, നമ്മുടെ കൂട്ടുകാർ തന്നെയാണ് എന്നെ അയ്യോ സ്വസ്ഥതയുണ്ട് കാണണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. അവരോട് പറയുന്നു, ഉഷ തളരില്ല. ഉഷ വീഡിയോ എടുക്കും, ഉഷ വീഡിയോ ഇടുകയും ചെയ്യും. ഓക്കെ, ചുമ്മാ പറഞ്ഞു കേട്ടോ, അത് തമാശയ്ക്ക് പറയുന്നതാണേ. അതുകൊണ്ട് ഇനി ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഇതിപ്പോൾ ആദ്യം തൊട്ടേ എടുക്കണമെന്ന്, ബീഫ് ഒക്കെ കട്ട് ചെയ്തൊക്കെ എടുക്കുന്നതും കറി ഉണ്ടാക്കിയതും ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചൊക്കെ ഞാൻ എല്ലാം ഒരുങ്ങിയത്. പക്ഷേ അങ്ങ് മടിയായിപ്പോയി അങ്ങ്. എന്ത് ചെയ്യാനാ? അപ്പം ഇനി ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദിയുണ്ട്. ഇനി എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ വീഡിയോ മുടങ്ങാതെ ഇടുന്നതായിരിക്കും. ഷെജി ചേച്ചി, ഞാൻ ചേച്ചിയുടെ വീഡിയോ അല്ല, ചേച്ചിയുടെ നല്ല കുറേ പേരുണ്ട്. ചേച്ചി, പിന്നെ ആരാണോ, സുബി, അങ്ങനെ കുറേ പേരുണ്ട്. എല്ലാവരുടെയും പേര് എനിക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ നമ്മൾ വീഡിയോ എടുത്ത് പറയാൻ തുടങ്ങുന്നുണ്ട്, അല്ലെ എഴുതി വെച്ച് പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരുടെയും പേര് കിട്ടത്തില്ല. സൂര്യ, സാനി, പിന്നെ മുംബൈ ചായൻസ്, അതൊക്കെ എനിക്ക് ഈ 2, 3, 4, 5, 10 കമൻ്റൊക്കെ ഇടുന്നവരുടേതാണ് ഈ ഓർത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അവരോടെല്ലാം ഒരുപാട് സ്നേഹം. ഓക്കെ, അപ്പോൾ ഇനിയും പേര് ഞാൻ എഴുതി വെച്ച് വായിക്കാം. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. ഇങ്ങനെ കപ്പ
കപ്പ കിടന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കുന്നു. ചിക്കൻ കറി കിടത്തില്ലേ, ചിക്കൻ കറി, കപ്പ ചപ്പാത്തിക്ക് കുഴച്ചു. ഇനി ചപ്പാത്തി പരത്തി ഉണ്ടാക്കട്ടെ. ബീഫ് കറി, നല്ല അടിപൊളി ബീഫ് കറിയൊക്കെ ഗൈസ്. ഞാൻ തേങ്ങാക്കത്തൊക്കെ നല്ല വൃത്തിക്കിട്ട് ഉണ്ടാക്കിയതാണ്. അതെ, ഈ അടിപൊളിയ സൂപ്പറാന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മോൻ എന്നെ കളിയാക്കാറുണ്ട്. സ്വന്തമായിട്ട് വെച്ചിട്ട് സ്വന്തമായിട്ട് അങ്ങ് പറയുക സൂപ്പറാണെന്ന്. അവർക്ക് കളിയാക്കാം അല്ലേ. അപ്പം ഞാൻ ചപ്പാത്തിക്ക് കുഴച്ചു. ഇനി ഇത് ഉരുട്ടി പരത്തി ഉണ്ടാക്കാം. ഓക്കെ. ചേച്ചി ഇന്നാൾ ചപ്പാത്തിക്കാണോ പൂരിക്കാണോ കണ്ട് എന്നെ കുഴച്ചിട്ട് ഇങ്ങനെ പാത്രത്തിലിട്ട് അടിക്കുന്നുണ്ട്. ചേച്ചിയെ കളിയാക്കിയതല്ലേ കേട്ടോ. ഞാൻ ചേച്ചിയുടെയും വീഡിയോ, എല്ലാ വീഡിയോയും കാണുന്നുണ്ട്, സുബിയുടെ കാണുന്നുണ്ട്, എല്ലാവരുടെയും വീഡിയോ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കും. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തതായതുകൊണ്ട് അങ്ങനെ വന്ന് കിടക്കുമ്പോൾ ഞാൻ അതെല്ലാം കാണുന്നുണ്ട്, കമൻറ്റ് ഇടുന്നുണ്ട്. ഓക്കെ. പിന്നെ ദിലീപ് ആദ്യം തൊട്ട് പിന്നെ ഞാൻ എൻ്റെ വീഡിയോ അവസാനം വരെ ഒരെണ്ണം പോയി. വീഡിയോ അവസാനം വരെ പിന്നെ ദിലീപ് എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. ദിലീപിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കും. ഒരുപാട് നന്ദിയുണ്ട് ദിലീപ്. അപ്പം ഞാൻ വീഡിയോ ഇടാഞ്ഞത് ഇതുകൊണ്ടാണ്. എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയിരുന്നു, അതാണ് വീഡിയോ ഇടാഞ്ഞത്. ദിലീപ് എപ്പോഴും പറയുന്ന കാര്യമാണ്, ചേച്ചി സ്റ്റാൻഡ് മേടിക്കുന്നു. പക്ഷേ അത് സ്റ്റാൻഡേ വെക്കാഞ്ഞത് കൊണ്ട് എൻ്റെ മൊബൈൽ കറിക്കകത്ത് വീണത് അതെനിക്കിപ്പോൾ മനസ്സിലായി. മേടിക്കണം ദിലീപേ, മേടിക്കും. ഞാൻ സ്റ്റാൻഡ് മേടിക്കും, നോക്കിക്കോ. അതെ, ഒരു രസമുണ്ട് കേട്ടോ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടല്ലോ, ഞങ്ങൾ ബീച്ചിൽ പോയി വീഡിയോ എടുക്കണമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിൽ പോയി. പക്ഷെ വീഡിയോയും എടുക്കാൻ പറ്റിയില്ല. ബീച്ചിൽ പോയി ഞാനും അനിയത്തി കൂട്ടുകാരും കൂടെ. പോയത് ഇവിടുന്ന് 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സന്ധ്യയായി, രാത്രിയായി. നടന്നങ്ങി എന്നപ്പോഴത്തേക്ക് രാത്രിയായി. പിന്നെ രാത്രിയായെന്നല്ല, ഇരുട്ടായി. അപ്പം പിന്നെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. വീഡിയോ ഇടണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ ഇരുട്ടിപ്പോയി. ഞങ്ങൾ അവിടെ പോയിട്ട് നടന്ന് ഇവിടുന്ന് അങ്ങ് ചെന്നപ്പോഴത്തേക്ക് ഒരു സമയമായി. അവിടെ ചെന്ന് 3 പേരും ഓരോ ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. ആ കഴിക്കുന്നിടം വരെ അവിടെ ഇരുന്നിട്ട് അതേപോലെ പോരുന്നു. അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. വീഡിയോ എടുത്ത് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞു പോയതാണ്. പക്ഷേ ഇവിടെ ആ 2 സാധനത്തിനെ ഒരുക്കിക്കൊണ്ട് പോയപ്പോഴത്തേക്ക് സമയം അത്രയായി. ചപ്പാത്തിക്കെല്ലാം ഉരുട്ടി വെച്ച് ഗൈസ്. ഇനി അത് പരത്തണം, നമുക്ക് പരത്തിയെടുക്കാം. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, ചപ്പാത്തിക്കെല്ലാം പരത്തി കഴിഞ്ഞു. ചപ്പാത്തിക്ക് പരത്തി. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ഇവിടെ കിച്ചണിൽ നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര ചൂട്. കണ്ട് എന്നെ വീർത്ത കണ്ടോ. പിന്നെ ചൂടെന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കര ചൂട്. എങ്ങനെയെങ്കിലും ഈ ചിക്കൻ കറി ഒന്ന് റെഡിയായി, ചപ്പാത്തി ഒന്ന് ചുട്ടെടുത്ത് ഈ ചോറും ഒന്ന് ഊറ്റിക്കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു. കിച്ചണിൽ നിന്ന് എനിക്കൊരു മോചനമായി. ഓക്കെ. അപ്പോൾ നമുക്കിനി ചപ്പാത്തി ഉണ്ടാക്കാം. മറവി കൂടുതലായി ചൂട് ഇതിനകത്ത് പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ധൃതി വെച്ചെടുക്കുക. കണ്ടോ, ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു. ചപ്പാത്തി 2 എണ്ണം പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ചോറ് ഒന്നും കൂടെ അടുപ്പിൽ വെച്ചു. ചിക്കൻ റെഡി ആവാറായി. അപ്പോൾ ഇത് കറിയും കൂടെ ഞാൻ എടുക്കട്ടെ, ബീഫ് കറി. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ചിക്കൻ കറി ഓക്കെ ആയി. അതിനകത്ത് 2 കറിവേപ്പിലയും, ഞാൻ കടുക് വറുത്തിടുന്നില്ല, കറിവേപ്പില ഇട്ടു, മല്ലിയിലയും ലാസ്റ്റ് ഇട്ടു. അപ്പോൾ അത് ഓക്കെ ആയി. ഇനി അരിയും കൂട്ടണം. പിന്നെ നമ്മുടെ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കണം.